ഇതല്ലാതെ മറ്റു വല്ല രീതികളും ഉണ്ട് എങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാൽ അത് ഞങ്ങൾക്കും വലിയൊരു ഉപകാരമാവും. കാരണം ഞങ്ങൾ തികഞ്ഞവരല്ല. ഹായ്, അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് റൈറ്റ് ആംഗിൾ ഉപയോഗിച്ച്, അതായത് മട്ടം, ഗുനിയ, റൈറ്റ് ആംഗിൾ മട്ടം എന്നൊക്കെ പല സ്ഥലങ്ങളിലേക്ക് പല പേരുകളാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് ഉപയോഗിച്ച് പണിയെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ നമ്മൾ കടയിലൊക്കെ പോയിട്ട് ഒരു നല്ലൊരു മട്ടം തിരഞ്ഞെടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാറുണ്ട്. ഇതിന്റെ ലെവൽ ശരിയാണോ എന്നെല്ലാം അറിയാൻ വേണ്ടി നമുക്ക് വളരെയധികം നമ്മൾ ബുദ്ധിമുട്ടാറുണ്ട്. നമ്മളത് ഇനി ഇത് എങ്ങനെ ചെക്ക് ചെയ്തെടുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ മട്ടം കൊണ്ട് പണിയെടുക്കുന്ന ആളുകൾ മട്ടത്തിന് വേണ്ടിയിട്ട് കടയിലേക്ക് പോകുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ഇത് എടുക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത് എളുപ്പത്തിൽ തിരയാൻ വേണ്ടിയിട്ട് ചെറിയൊരു പണി ഞങ്ങൾ പറയട്ടെ. ഞങ്ങൾ ചെയ്യുന്ന രീതിയാണ്. പിന്നെ എന്താന്ന് വെച്ചാൽ നല്ലത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി ഉപയോഗിച്ചേ തീരൂ. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യണോ എന്നാലേ കിട്ടുള്ളൂ എന്ന് വെച്ചാൽ ഇതല്ലാതെ മറ്റു വല്ല രീതികളും ഉണ്ട് എങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാൽ അത് ഞങ്ങൾക്കും വലിയൊരു ഉപകാരമാവും. കാരണം ഞങ്ങൾ തികഞ്ഞവരല്ല. അപ്പൊ അതുകൊണ്ട് ഇനി മട്ടൻ തിരഞ്ഞെടുക്കാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട് പുതിയൊരു വീഡിയോ ആണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യം കടയിലേക്ക് പോകുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു പ്ലൈവുഡിന്റെയോ മരത്തിന്റെയോ അല്ലെങ്കിൽ ഒരു മൈക്ക് കെട്ടിയതോ നല്ലൊരു പീസ് കയ്യിൽ വെക്കാം. അത്യാവശ്യം വലുപ്പത്തിൽ. ഇതിന്റെ ഒരു വശം പക്ക ലെവലായിരിക്കണം. ഈ ഒരു വശം പക്ക ലെവലായിരിക്കണം. ഈ ഒരു വശം കറക്റ്റ് ലെവലായെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇത് കിട്ടുള്ളൂ. അപ്പൊ ഇതുപോലത്തെ ഒരു പീസ് കൊണ്ടുപോകണം. ഇത്ര തന്നെ വലുപ്പം വേണമെന്ന് ഞാൻ പറയില്ല. നിങ്ങളുടെ മട്ടം എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കയ്യിൽ ഒതുങ്ങാവുന്ന ഒരു പീസാണ് നിങ്ങൾക്ക് കൊണ്ടുപോകേണ്ടത്. അപ്പൊ കടയിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അവർ മട്ടം എടുത്തു തരും. അപ്പൊ അത് ചെക്ക് ചെയ്യുന്ന രീതി ഈ വശം ലെവലാണോ എന്നുള്ളത് ആവണം എന്നുള്ളത് ഞാൻ മുൻകൂറായി പറഞ്ഞിട്ടുണ്ട്. ഒരു മട്ടം മേടിച്ച് നമുക്ക് ആ കടയിൽ തന്നെ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. മട്ടം മേടിച്ച് അവരോട് പറയാം, ഞാനിങ്ങനെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്, അപ്പൊ അതിനനുസരിച്ച് എനിക്ക് നല്ലത് കിട്ടുള്ളൂ, അതുകൊണ്ട് ആ ചെക്ക് ചെയ്യാനൊന്ന് സമ്മതിക്കണം എന്ന് അവരോട് പ്രത്യേകം പറയുക. എന്നിട്ട് ആ മട്ടം വെച്ചിട്ട് ഇതാ ഇതുപോലെ അടുപ്പിക്കുക. ഇതുപോലെ ഒരു വര വരയ്ക്കുക. എന്നതിന് ശേഷം ആ മട്ടം ഒന്ന് നേരെ തരം തിരിച്ചിട്ട് വശം തിരിച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് വെക്കുക. കണ്ടോ? ഇപ്പൊ ഈ രണ്ട് വരകളും നിങ്ങൾക്ക് കാണേണ്ടല്ലോ. ഒരു മട്ടം വെച്ചിട്ട് വരച്ചതാണ്. അപ്പൊ രണ്ട് വരകളും രണ്ട് രീതിയിലാണ് കിടക്കുന്നത്. അപ്പൊ അത് പറ്റില്ല എങ്കിൽ നമുക്ക് അടുത്തൊരു മട്ടം എടുത്തു നോക്കാം. ഇതാണ് അടുത്തൊരു മട്ടം. ആദ്യം വരച്ചു, എന്നിട്ട് വീണ്ടും മട്ടം തിരിച്ചു വെച്ചിട്ട് ഇതാ ഇതുപോലൊന്ന് വരച്ചു. ഇത് രണ്ടും ഒരേ വരയാണ്. ഇടതും ഇതുണ്ടോ, ഇടത് ഞാൻ വെച്ചിട്ടും വലത് ഞാൻ വെച്ചപ്പോഴും ഒരേ വരയാണ്. അതുകൊണ്ട് മട്ടത്തിന്റെ ഈ വശം വളരെ അധികം ക്ലിയർ ആണ്, വളരെ നല്ല ക്ലിയർ ആണ് ഈ മട്ടം. അതുപോലെ തന്നെ ഇനി ഇതും ശരിയല്ല എങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു മട്ടം കൂടി എടുത്ത് ചെക്ക് ചെയ്യാം. ഇതുണ്ടോ, ഈ വരയുടെ ഇവിടെ വര കറക്റ്റ് ആണ്, പക്ഷെ ഇവിടം കൊണ്ട് ഇതിന് ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടം കൊണ്ട് ഇത് വളരെ കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഈ മൂന്ന് മട്ടം ചെക്ക് ചെയ്തതിൽ ഈ ഒരു മട്ടമാണ് നമുക്ക് വളരെ ക്ലിയർ ആയി കിട്ടിയിട്ടുള്ളത്. ഇത് ഇടതും വലതും വെക്കുമ്പോൾ ഒരേ രീതിയിലാണ് നമുക്ക് വരയ്ക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മട്ടം വരയ്ക്കുമ്പോൾ ഈ വശം പക്ക കറക്റ്റ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഇതിന്റെ അപ്പോൾ ഉള്ളിലത്തെ ആവശ്യം വരുമ്പോൾ എന്ന് നിങ്ങൾ ചോദിക്കും. അതേ ആവശ്യത്തിന് നമുക്ക് വീണ്ടും ഇതുപോലെ ഉള്ളിൽ വെച്ചും നമുക്ക് വരച്ച് ചെക്ക് ചെയ്യാവുന്നതാണ്. ഉൾവശവും നമുക്ക് ഇതുപോലെ തന്നെ വരച്ച് ചെക്ക് ചെയ്യാം. ഉള്ളിൽ ഞാൻ വരച്ചിട്ടുണ്ട്. ഉള്ളിലും ഞാൻ വെച്ച് വരച്ചു. അപ്പൊ ഉൾഭാഗവും ഇത് ക്ലിയർ ആണ്. അപ്പൊ ഓക്കെ ആയല്ലോ. നിങ്ങൾക്ക് ഇനി മട്ടൊക്കെ നല്ലൊരു മട്ടം വേണം, നമുക്ക് നല്ലൊരു പണി എടുക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു മട്ടം നിർബന്ധമായേ തീരൂ. അപ്പൊ മട്ടം തിരഞ്ഞെടുക്കാൻ പോകുമ്പോൾ ഇതുപോലെ മട്ടത്തിന്റെ വലിപ്പത്തിനനുസരിച്ച് ഇതുപോലെ പാകമായൊരു പീസ് കൊണ്ടുപോയിട്ട് ഇതുപോലെ വരച്ചു നോക്കിയാൽ നിങ്ങൾക്ക് നല്ലൊരു മട്ടം കടയിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.